ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം നേടുന്നു. അപ്പോൾ ന്യൂസിലാൻഡ് ഐജെക്ക് ഫാമിലിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ബെറി ഫീൽഡ്സിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം മറ്റേ നമ്മുടെ ഫോറോമാൻഡലിൽ പോയപ്പോൾ നമ്മളിങ്ങനെ കണ്ടായിരുന്നു. നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് സ്ട്രോബെറി നമുക്ക് പറിക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എത്രയാണോ സ്ട്രോബെറി എടുക്കണേ അതിൻ്റെ ഒപ്പം നമുക്ക് അതിനുള്ള പൈസ മാത്രം കൊടുത്താൽ, നമ്മൾ എത്ര പറിച്ചു നമ്മൾ അതിനുള്ള പൈസ മാത്രം കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇവിടെ തന്നെ കഴിക്കാം എന്നുള്ളതൊക്കെ. അപ്പം ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് സ്ട്രോബെറി പിക്ക് ചെയ്യുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ഇതിന്റെ സംഭവങ്ങളൊന്നും കണ്ടിട്ടില്ല. പലരും പോയിട്ട് നമ്മളിങ്ങനെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് മുന്നേ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇവിടെ വന്നിട്ട് ഇന്ന് നമുക്ക് നോക്കി നോക്കാം. പിള്ളേരെ വിളിച്ച് നോക്കി, പക്ഷേ അവർ വന്നില്ല. പൊന്നൂസിനാണെങ്കിൽ പരീക്ഷ ഉണ്ട്, മൺഡേ ആണ് ലാസ്റ്റ് എക്സാം. അപ്പം അതും കൂടി കഴിഞ്ഞിട്ടാണ് അവനൊന്ന് ഫ്രീ ആവുള്ളൂ. അപ്പോൾ പിന്നെ ഔട്ടി ഓഫ്കോഴ്സ് അവനും വന്നില്ല. അപ്പോൾ ഇത് റുവാക്കുറയിലുള്ള ഹാമിൽട്ടണിലെ റുവാക്കുറയിലുള്ള ബെറി ഫാമാണ് ഇവിടെ. അപ്പം ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, പ്ലീസ് ഗോ ടു അവർ വേ ആൻഡ് പേ സ്റ്റേഷൻ. അപ്പം നമുക്ക് നമുക്കൊരു ബക്കറ്റ് ഇവിടെ തരും. അപ്പോൾ അതിനകത്ത് നമ്മൾ എത്രയോ ആണ് പറിക്കണേ അതിനുള്ള പൈസ നമുക്ക് കൊടുത്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ആവശ്യമുള്ളത് മാത്രം പറിക്കാൻ പാടുള്ളൂ. നമ്മൾ ആർത്തി മൂത്ത് കുറേ പറിക്കരുത്, വലുത് നോക്കി നല്ലത് നോക്കി മാത്രം പറിക്കാം. ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് പിള്ളേരെ കൊണ്ടുവരാതിരിക്കാൻ നല്ലത്. പിള്ളേരൊക്കെ ആണെങ്കിൽ നല്ലത് നോക്കി പറക്കില്ല, കരുപുരുന്ന് കുറെ പറിച്ചെടുത്തു. പിന്നെ ഇതിന്റെ ഇപ്പുറത്ത് തന്നെ നമുക്ക് ബെറി ഒക്കെ ഇങ്ങനെ ക്രഷ് ചെയ്തിട്ടുള്ള ഐസ്ക്രീം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വേണം ഐസ്ക്രീമും കൂടി നമുക്ക് നോക്കാൻ. അപ്പൊ നമുക്ക് ഫസ്റ്റ് പോയിട്ട് അതിന് എത്രയാണോ എങ്ങനെയാണ് അതിന്റെ റൂൾസ് എന്നൊക്കെ നോക്കിയിട്ട് ഞാൻ പോയി ചോദിച്ചിട്ട്. അപ്പൊ ഇതിന്റെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പം ഒരാൾക്ക് ഇതിനകത്തോട്ട് കയറണമെങ്കിൽ $5. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി $5 ടിക്കറ്റ് എടുത്തപ്പോൾ $10 രണ്ടുപേർക്കും കൂടി. പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു ബക്കറ്റ്, അപ്പൊ നമുക്ക് ഒരു ബക്കറ്റിന് $5. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒരു ബക്കറ്റ് ചൂസ് ചെയ്തുള്ളൂ. നമുക്ക് കയറാം. അപ്പം ഒരു ബക്കറ്റ് നമ്മൾ ചൂസ് ചെയ്ത് അങ്ങനെ മൊത്തം $15 നമ്മളിപ്പോൾ പേ ചെയ്തത്. ഇനി സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും ഇതിനകത്ത് കൊള്ളാവുന്ന അത്ര നമുക്ക് പറിച്ചെടുക്കാം. ഇനി നമുക്ക് വേറെ ബക്കറ്റ് വേണമെങ്കിൽ അതും നമുക്ക് പറിച്ചെടുക്കാം. എന്നിട്ട് ലാസ്റ്റ് ഇവിടെ വന്നിട്ട് അവർ വെയിറ്റ് നോക്കും. വെയിറ്റ് നോക്കിയതിന് ശേഷം നമുക്ക് എത്രയാണോ അതിന്റെ വെയിറ്റ് വരുന്നത് അതിനുള്ള പൈസ നമ്മൾ കൊടുത്താൽ മതി. പിന്നെ അവരൊരു റൂളായിട്ട് അവരിങ്ങനെ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മെയിനായിട്ട് പറഞ്ഞത് അതിന്റെ മുകളിൽ കൂടെ ഇപ്പം ഇങ്ങനെ സ്ട്രോബെറി ഇങ്ങനെ ഓരോ തട്ടായിട്ട് ഇങ്ങനെ നിൽക്കാണല്ലോ. അപ്പം നമ്മൾ നേരെയുള്ള വഴി കൂടെ പോയിട്ട് പറിച്ചെടുക്കണം. അതില്ലാണ്ട് അതിന്റെ അപ്പുറത്ത് കൂടെ ഇങ്ങനെ ജമ്പ് ചെയ്ത് അതന്നെ. അപ്പൊ അങ്ങനെ ആ ഒരു റൂള് മാത്രമേ അവർ പറഞ്ഞുള്ളൂ. നമുക്ക് പക്ഷെ എത്ര വേണമെങ്കിലും പറിക്കാം. നമുക്ക് ഇവിടുന്ന് കാണാട്ടെ നമുക്ക്, അല്ലേ? നല്ല റെഡ് കളറില് സ്ട്രോബെറി ഉണ്ടായി നിൽക്കുന്നുണ്ട്. നമുക്ക് നല്ല പഴുത്ത് നോക്കി മാത്രം പറിച്ചാൽ മതി, വെറുതെ നമ്മൾ നശിപ്പിച്ച് കളയരുത്. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് തിന്നാൻ പറ്റുമോ നോക്കി നോക്കാം, അല്ലേ? നോക്കി ഇവിടെയൊക്കെ നല്ല റെഡ് ആയിട്ട് കിടക്കുന്നു, പക്ഷെ അത് അത്ര അങ്ങോട്ട് പഴുത്തിട്ടില്ല, ചെറുതാ. പക്ഷെ അല്ലേ ഇവിടെ എല്ലാം ഇടയിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇത് ഭയങ്കര വലിയൊരു ഫാമാണ് ശരിക്കും, അല്ലേ? അതായത് നമ്മളിപ്പോ ഇവിടെ നിന്ന് കണ്ടിട്ട് ഇപ്പൊ എനിക്ക് ഒരു ഇങ്ങനെ തോന്നി, ഇവിടെ നിന്ന് ചാടി കടന്നുകൂടെ എന്നുള്ളത്. അപ്പൊ സ്ട്രോബെറി നശിച്ചു പോവല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവരങ്ങനെ പറയണേ. പിന്നെ ഇവിടെ മാത്രമല്ല, ഇവിടെ ഉണ്ട് നോക്കിയാ, ഫുള്ളുണ്ട്. ഫുള്ളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളാണ്. കൊറേ ആൾക്കാർ ഇവിടെ നിന്ന് തന്നെ പറിച്ചു തിന്നുന്നുണ്ട് കേട്ടോ. ഞാനും എന്തായാലും ഒരെണ്ണം ടേസ്റ്റ് നോക്കും. നമ്മളങ്ങനെ കാണിക്കാൻ പാടില്ല, പക്ഷെ എന്തായാലും ഞാൻ നമുക്ക് ഇവിടെ പോകണ്ട. ഇവിടെ എപ്പോഴും ആൾക്കാർ ഫസ്റ്റ് ഇവിടെ നിന്നായിരിക്കും വരുന്നത്. ലാസ്റ്റ് പോവാം, ലാസ്റ്റിക്കാനും പോവാം. ലാസ്റ്റോ അറ്റത്തോ അല്ലെങ്കിൽ വേറെ എല്ലാം അടിക്കാനും പോവാം. അപ്പൊ ഞങ്ങൾ ഏകദേശം ലാസ്റ്റ് ഇവിടേക്ക് വന്നു. അപ്പൊ ഇവിടെ നോക്കിയപ്പോ കൊറേ പഴുത്തതുണ്ട് കേട്ടോ. അപ്പൊ അതിൽ ഫസ്റ്റ് ഒരെണ്ണം പിക്ക് ചെയ്യാൻ പോവാണേ. അല്ലെങ്കിലേ ഇത് പിക്ക് ചെയ്തിട്ട് ഞാൻ വിചാരിക്കണത് അല്ല, വീട്ടിൽ കൊണ്ടുപോയിട്ട് ന്യൂട്രലിലൊക്കെ ഇട്ട് തിന്നണം. പക്ഷെ ഇവിടെ പഴുത്തിട്ടില്ല. ഇത് നല്ല പഴുത്തൊക്കെ ഉണ്ട് കേട്ടോ. അയ്യോടാ, നല്ല പഴുത്തത്. പൊട്ടിച്ചു കഴിയുമ്പോ പിന്നവിടെ അത്രയും പഴുപ്പ്. അയ്യോ, ഇതിനുള്ള കൊറേ ഉണ്ട്. ഉള്ളിലുണ്ട്. ഇതൊക്കെ നന്നായിട്ട് പഴുത്തുണ്ട്. പഴുത്തത് നോക്കി മാത്രം പൊട്ടിച്ചാൽ മതി, അല്ലേ? വെറുതെ പൊട്ടിച്ചിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ അവിടെ നോക്കിയപ്പോ വിചാരിച്ചാ ഈ പച്ച സാധനം കാണുമ്പോ ഞാൻ ഒരിക്കലും ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചേ. ഇതിന്റെ ഉള്ളിലേ ഇപ്പൊ മനസ്സിലായി ഇഷ്ടം പോലെ സാധനം ഉണ്ട്, അല്ലേ? ഇഷ്ടം പോലെ ഉണ്ടല്ലേ. അതറിയ ബക്കറ്റ് പക്ഷെ ഇത് കാണുമ്പോണ്ടല്ലോ വേഗം പറക്കിടാൻ തോന്നുന്നു. നല്ല പഴുത്ത് നിൽക്കണേ എനിക്ക് തിന്നാൻ തോന്നുന്നുണ്ട്. തിന്നോക്കട്ടെ. അത് കുഴപ്പമില്ല. എനിക്ക് ടേസ്റ്റ് ഉണ്ടോ? പഴുപ്പാണോ അല്ലെ പുളിയാണോ ഇതാണോ? മധുര അടിപൊളി മധുരം. ഞാൻ പുളിയാവാൻ സാധ്യത.
അടിപൊളി മധുരം, അടിപൊളി മധുരം. അല്ല കഴിക്കണേ സാധാരണ നമ്മൾ മറ്റേ പാക്കറ്റ് സേവനൊക്കെ വാങ്ങിച്ചു കഴിക്കണ സ്ട്രോബെറിക്ക് നല്ല പുളിയാവാറ് അല്ലേ? ഇത് നല്ല മധുരം, നല്ല കട്ട മധുരം. ആൾക്കാര് കുറെ കൊണ്ടുപോകുന്നത്. ഞാൻ ആദ്യം വിചാരിക്കാറുണ്ട് ആൾക്കാര് പറിച്ചു കൊണ്ട് ഇങ്ങനെ നമ്മൾ പൈസയും കൊടുക്കണ്ടേ അല്ലേ, കൊറേ പൈസ കൊടുക്കണ്ടേ അങ്ങനെ വിചാരിച്ചിരിക്കായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് 1 ബക്കറ്റ് മതിയെന്ന്. പക്ഷെ ഇപ്പൊ തോന്നുന്നു 2 ബക്കറ്റ് വാങ്ങിക്കുന്ന മാത്രല്ല, നമ്മള് മറ്റേ അന്ന് ദീപാവലി പരിപാടിക്ക് പോയപ്പം അവര് ന്യൂട്ടെല്ലാം ഒഴിച്ചിട്ട് തന്നില്ലേ, അതുപോലെ കഴിച്ച പൊളിയാ. ഇന്ന് ഞാൻ അങ്ങനെ കഴിക്കും വീട്ടിൽ ചെന്നിട്ട്, ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കും. അവര് ഇങ്ങനത്തെ സ്ട്രോബെറിയാണ് യൂസ് ചെയ്യുന്നത്, അതാണ് അത്ര ടേസ്റ്റ് പുളി ഇല്ലാത്ത കാരണം കൊണ്ടാ ടേസ്റ്റ്. പക്ഷെ നമ്മള് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളങ്ങനെ പൊട്ടിച്ച് ഇവിടുന്ന് കഴിക്കരുത്, നമ്മള് പൈസ കൊടുത്തിട്ട് കഴിക്കണം. പക്ഷെ കൊതി നീ ഇവിടെ ഉണ്ടോ, നീ ഇവിടെ ഇതിന്റെ ഇടയില് വൈക്കോല് കിട്ടുന്നു. വൈക്കോല പ്ലാസ്റ്റിക് ആണോ അല്ലെങ്കിൽ പുല്ലാണോ? പുല്ലല്ല, ഇത് ഇത് എന്നിട്ട് മറ്റേ ഇവിടെ കുറച്ച് സ്ഥലത്തൊക്കെ ചെളിയുണ്ട്. ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് ഇട്ട് കഴിഞ്ഞാണെങ്കിൽ മറ്റേ എന്നിട്ട് പറയാ ആൾക്കാർ നടക്കുമ്പോ ഇതാവില്ല, മുകളിൽ എപ്പോഴും പെട്ടെന്ന് ട്രൈ ആയി കിട്ടും. ഇവിടെ ഇടയ്ക്ക് മഴ പെയ്യല്ലോ, അതാണ് ഒരു കാര്യം. എന്തോറല്ലേ രസമുണ്ട് സാധനം. ഈ ബുദ്ധി എന്താ നമുക്ക് മുന്നിൽ തോന്നായിരുന്നു ദാസ? ഇത് സ്ട്രോബെറി വർക്ക് ചെയ്യാനാ? അതിന് നമ്മുടെ മുന്നത്തെ ഇവിടെ, പക്ഷെ ഇത് മാത്രല്ല ചെയ്യുന്നത്, ഇവിടെ കുറെ സ്ഥലമുണ്ട്. പിന്നെ ഇവിടെ മാത്രല്ല വേറെ എന്തൊക്കെയോ സ്ഥലങ്ങളുണ്ട് സ്ട്രോബെറി വർക്കില്. എന്താ അറിയോ, നമ്മള് കടക്കണ വഴിയിലേ അവിടെ എന്നിട്ടാ ചെളി ഉണ്ടായിരുന്നു, അത് കാരണം ഈ ഭാഗത്തേക്ക് ആരും വന്നില്ല. അല്ലെങ്കിൽ ഇത്ര ദൂരം ഈ അറ്റം വരെ പോണ്ടേ, ഈ അറ്റം വരെ പോയിട്ട് ജമ്പ് ചെയ്യാൻ പാടില്ലല്ലോ, ഇവിടുന്ന് അങ്ങോട്ട് ജമ്പ് ചെയ്യാൻ പാടില്ലല്ലോ. അത് കാരണം ആൾക്കാരൊന്നും വന്നിട്ടുണ്ടാവില്ല, അതാണ് കാര്യം. പിന്നെ ഇത് കണ്ടില്ലേ, ഈ വൈറ്റ് പൂവുണ്ട് ആദ്യം. ഈ വൈറ്റ് പൂവിന്ന് അത് കഴിയുമ്പോൾ എന്നിട്ടുണ്ടാകുന്ന അറിയോ, ഇതുപോലെ മുട്ടിടും. ഈ മുട്ട് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജിന് ഇങ്ങനെ പച്ച കളറ്, അത് കഴിഞ്ഞിട്ട് ഇതുപോലെയാവും. അപ്പം ഇതിൽ കുറേ ആൾക്കാരുണ്ട്, അപ്പനും അമ്മയും പിള്ളേരും മാതാപിതാക്കളും ഒക്കെ ഉണ്ട് ഇതിൽ. കൂട്ടുകുടുംബമാണ് ഈ സെറ്റ്. അതിൻ്റെ ഈ കൂട്ടുകുടുംബത്തിൻ്റെ ഇടയിൽ ഇവരെ അപ്പാപ്പനല്ലേ ഗ്രാൻഡ് ഫാദർ, അയാൾ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നു. തടിയൻ കുടുംബം തടിയൻ, അതാണ് കാര്യം. അങ്ങനെ നോക്കുമ്പോൾ എല്ലാത്തിൻ്റെ ഇടയിൽ ഇഷ്ടം പോലെ ഉണ്ടിട്ട് ഈ ആൾക്കാർ ഈ പുറത്തുള്ളത് മാത്രം പൊട്ടിക്കണല്ലോ. ഏത് ഇതിൻ്റെ ഒക്കെ ഇടയിലേ ഇടയിൽ ഇഷ്ടം പോലെ നോക്കുക, കണ്ടാ ഇടയിലാണ് പഴുത്തതുള്ളത്. അടിപൊളി സാധനം. ഓ ഇതൊക്കെ ചീഞ്ഞു, കണ്ടാ ചീഞ്ഞു സാധനം. ആൾക്കാരിത് പൊട്ടിക്കണില്ല, ഇടയിലായതുകൊണ്ട്. അതാണ് കാര്യം. കണ്ടാ ഇതിൻ്റെ ഉള്ളിലൊക്കെ ചീഞ്ഞു പോയിട്ടുണ്ട് കുറെ. അവർക്ക് വേണ്ട ഇതൊന്നും. കണ്ടാ ഇതിന്റെ വിത്ത് കൊണ്ടുവരും നട്ടാ മതി വീട്ടില്, അല്ലേ? നീ ഒരു ബക്കറ്റ് ആക്കി അപ്പോഴേക്കും എനിക്ക് പരാക്രമമായി ഞാൻ തിന്നണുണ്ട്. അത് ഒരെണ്ണം കണ്ടപ്പോ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി, അല്ലേ? പിന്നെ നല്ല രസം. സാധാരണ സ്ട്രോബെറി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മള് വാങ്ങിക്കാറുണ്ട്, സ്ട്രോബെറി നമ്മള് പാക്കറ്റ് ചെയ്യുന്നൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് അത് ചീഞ്ഞു പോകും. അപ്പൊ വേഗം തിന്നണം, പുളിയായിരിക്കും, വലിയ രസം ഉണ്ടാവാറില്ലേ. പക്ഷെ ഇത് നല്ല മധുരം. ഓക്കെ, ഒരു സ്ട്രോബെറിയുടെ വലിപ്പം നോക്കി, ഇത് അത്ര ആയിട്ടില്ല. കണ്ടോ? ഇനി വെയിറ്റ് നോക്കൂ, ഇനി വെയിറ്റ് നോക്കിട്ട് നമ്മൾ അതിന്റെ പൈസ കൊടുക്കണം. അപ്പൊ മതി, നിർത്തിക്കോ. മതിയോ? കുറച്ച് വറക്കാൻ പറഞ്ഞിട്ട് ഒരു ബക്കറ്റ് ഫുള്ള് വറക്കി, അതിനിടയ്ക്ക് വയറ് നിറച്ച്. ഭയങ്കര മോശമായിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ തിന്നണത്. നമ്മൾ ബക്കറ്റിനകത്ത് പറക്കി കഴിക്കണം, അതിൽ പോയി പൈസ കൊടുത്തിട്ട് കഴിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഇത് അങ്ങനെയല്ല ജന, ഇത് ഞാനങ്ങനെ ചീഞ്ഞതാണ് ഞാൻ കഴിക്കുന്നത്. ചീഞ്ഞതിന്റെ ഒരു സൈഡ് കട്ട് ചെയ്തിട്ട് കഴിക്കും. പണ്ട് മാങ്ങയൊക്കെ നമ്മൾ നിലത്ത് കൊണ്ട് കഴിക്കില്ലേ നാട്ടില്, അതുപോലെ. അല്ല കേട്ടോ, ഞാൻ നല്ല പഴുത്തത് നോക്കിയാൽ ഇനി ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഇപ്പൊ മാത്രമേ ഉള്ളൂ സീസൺ, അല്ലേ? നമുക്ക് വേണമെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി വന്നിട്ട് പറക്കി കൊണ്ടുപോകാം, അല്ലേ? ഇപ്പൊ ഇത്രയല്ലേ ഉള്ളൂ, അല്ല ഇത്രയുണ്ട്. തിന്ന് ഇത് കഴിയുമ്പോ കേറാൻ പൈസ കൊടുക്കണം, കേറാൻ ഓർഡർ കൊടുക്കണം. പക്ഷെ പൊളി. ഇനി പോയിട്ട് ഐസ്ക്രീം വാങ്ങിച്ചു തന്നിട്ട് ഇത് ക്രഷ് ചെയ്ത്, ബെറി ക്രഷ് ചെയ്ത് നമുക്ക് ഐസ്ക്രീമിനകത്ത് ഇട്ട് തരും. നമുക്ക് ഇനി അത് നോക്കി നോക്കാം, പോയി കഴിക്കാം. ഇത് എന്തിനുള്ള ട്രാക്ടർ ആയിരിക്കും? ഇതിവിടെ ഇങ്ങനത്തെ ട്രാക്ടർ ആയിരിക്കും. ഇവിടെ മറ്റോ ഊഴണത്, ഊഴാന്നല്ല പറയാ,
പക്ഷേ നമ്മുടെ ട്രാക്ടറിന് ഇവിടെ 2 വൈഡ് ആയിട്ടുള്ള ടയറാ. ഇത് കണ്ട ഫ്രണ്ടിൽ 2 പഴയ സാധനമാണ്. ഒരു ഭംഗിക്ക് കൗതുകത്തിന് ആൾക്കാർക്ക് കാണാൻ വേണ്ടിട്ട്. പക്ഷെ ഇതിന്റെ ലുക്ക് ലൈക്ക് ഇതുണ്ടോ, സ്ക്രൂ ഒക്കെ പുതിയതുപോലെ അങ്ങനെ ഈ ഭാഗം മാത്രം മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണതായിരിക്കും, അല്ലെങ്കിൽ അതൊരു ഉപയോഗിക്കുന്നുണ്ടോ? ഏയ് ഉപയോഗിക്കണമെന്നില്ല. പക്ഷെ അത് എന്തോ അതിന്റെ ആ സാധനം മാത്രം. ആൾക്കാർ കുറെ പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ ചെടി ഇപ്പൊ എല്ലാം അവിടെ ഉണ്ട് ഈ കളർ. ഇനിയിപ്പോ അതിന്റെ ഇല കൊഴിഞ്ഞു കൂടി ഇപ്പൊ എല്ലാം കഴിയും കത്തിക്കില്ല. ഇനി നമുക്ക് പോയിട്ട് ഐസ്ക്രീമിന്റെ അടയ്ക്ക് പോകട്ടോ. ആദ്യം തന്നെ പോയിട്ട് നമുക്ക് എത്ര വെയിറ്റ് ഉണ്ട് നോക്കാം. എനിക്ക് എത്ര വെയിറ്റ് തോന്നുന്നില്ല, എനിക്ക് തോന്നുന്നത് ഒരു 500 ഗ്രാം ഉണ്ടാവുന്നതാണ്. അല്ലാട്ടോ നോക്കി നോക്കട്ടെ പോയിട്ട് എത്രയാണ് വെയിറ്റ്. അപ്പൊ വെയിറ്റ് നോക്കി, വെയിറ്റ് നമ്മൾ കണ്ടില്ല എത്രയാന്ന്. $21. എത്രയാ? 500 ഗ്രാം ഞാൻ പറഞ്ഞതല്ലേ. $10. അപ്പം പക്ഷെ ഇല്ല, നല്ല അടിപൊളി സ്ട്രോബെറിയാ. പുളി ഉള്ളതൊന്നുമില്ല, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിക്കാൻ പോലെയല്ല. കണ്ടില്ലേ കൊള്ളാം, നല്ല രസമുണ്ട്. $21 ആയിട്ടുള്ളൂ. അത് അങ്ങനെ വെച്ചാൽ പൈസ കൊടുക്കണേന്റെ ഇല്ല. നമ്മൾ പുറത്തുനിന്ന് സ്ട്രോബെറി വാങ്ങിച്ച് കഴിക്കുമ്പോൾ നമ്മൾ പൈസ കൊടുത്തിട്ട് വാങ്ങിക്കുന്നത്. പക്ഷെ ഇത്രയും മധുരമുള്ള ഞാനതൊരു കഴിച്ചിട്ടില്ല. ഇനി ഐസ്ക്രീം. അപ്പൊ നമ്മൾ പോയിട്ട് ഐസ്ക്രീം വാങ്ങിച്ചു. അപ്പം എന്റെ വാങ്ങിച്ചത് കിഡ്സ് സൈസിലുള്ള, എന്റെ അധികം മധുര ഇഷ്ടമില്ലാത്ത കാരണം ബ്ലൂബെറിന്റെ യോഗട്ട് ഐസ്ക്രീം, യോഗട്ട് ആ സംഭവം വാങ്ങിച്ചേക്കണേ. ഞാൻ വാങ്ങിച്ചത് മിക്സഡ് ബെറി ഐസ്ക്രീം ആണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പം നമ്മളത് ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പം അതിന് വലിയ ലാർജ് കോണിന് $8, കിഡ്സ് സൈസിന് 6.50 കേട്ടോ. വലിയ വ്യത്യാസമൊന്നുമില്ല. ഐസ്ക്രീമിന് കുറച്ച് സൈസ് വ്യത്യാസം ഉണ്ടാവുള്ളൂ തോന്നുന്നു. അപ്പം അത് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ പൈസ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ സംഭവം തരും. കുറച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് കിണി 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 കിണീന്ന് ബെല്ലടിക്കുമ്പോൾ നമ്മൾ ആണോ പ്ലീസ് സ്റ്റേ വിത്തിൻ 5 മീറ്റർ ഓഫ് ഷോപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അടുത്ത് നിന്നാല് കിണി കിണിന്ന് അടിച്ചു കഴിയുമ്പോൾ ആ സമയത്ത് നമ്മളവിടെ പോയാൽ നമുക്ക് നമ്മുടെ ഐസ്ക്രീം കിട്ടും. നിന്റെ യോഗട്ട് സംഭവം കിട്ടും. ഞാൻ ട്രൈ ചെയ്യും, ഞാൻ രണ്ടും നോക്കും. അപ്പം ഇവിടെ വരാൻ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ എല്ലാ ദിവസവും കാലത്ത് 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഇവിടെ വരാവുന്നതാണ്. സ്ട്രോബെറി പിക്ക് ചെയ്യാം, അതുപോലെ ഇവിടുത്തെ ഐസ്ക്രീം കഴിക്കാം. അതും ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി, ബ്ലൂബെറി അങ്ങനെയൊക്കെ വാങ്ങിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഇവിടെ അവൈലബിൾ ആണ്. സെപ്പറേറ്റ് കൗണ്ടർ ഉണ്ട്. 900 ഗ്രാം സ്ട്രോബെറിക്ക് $20. പക്ഷെ നല്ല അടിപൊളി സ്ട്രോബെറി ആട്ടോ. അപ്പം വരുന്നവർക്കൊക്കെ വന്ന് എൻജോയ് ചെയ്യാം. അതെ. എന്നിട്ട് അവധി ദിവസങ്ങൾ എന്നിട്ട് ഉല്ലാസകരമാക്കാൻ വേണ്ടി വരൂ അങ്ങനെ പറയണം. ഭയങ്കര തിരക്കാം. അടിപൊളി, നല്ല മധുരം. എന്റെ കണ്ടില്ല, അടിപൊളി സാധനം. യോഗട്ട് ടേസ്റ്റാ. അതെ യോഗട്ട്. അത് യോഗട്ട് ഐസ്ക്രീം. എനിക്ക് ഇഷ്ടായി. അത് യോഗട്ടിന്റെ ടേസ്റ്റ്, ഇത് ഐസ്ക്രീം ടേസ്റ്റ്. പക്ഷെ തൈരല്ല നല്ലത്. അടിപൊളി മരം നോക്കി ഞാൻ. പ്ലാസ്റ്റിക്കിന്റെ ചെടി പോലെ നോക്കി അല്ലേ കണ്ടതിന്, ശരിക്കും പ്ലാസ്റ്റിക് ചെടി അല്ലേ. ഐസ്ക്രീം അപ്പം നല്ലതെന്ന് പറയുന്നത് നല്ലതാ. നല്ല മധുരം ഉണ്ട്. സ്ട്രോബെറിന്റെ മധുരം അതിനകത്തോട് ചേർന്നിട്ട് വേണ്ട എനിക്ക്. പക്ഷെ ഒരു പ്രാവശ്യം കൂടി യോഗട്ട് തിന്ന് നോക്കണം. പക്ഷെ ഭയങ്കര വലിയ സൈസ് അല്ലേ. എന്റെ ഡ്രസ്സിന്റെ കളർ ഐസ്ക്രീമിന്റെ കളർ ഒരുപോലെയല്ലോ. അത് യോഗട്ടിന്റെ ടേസ്റ്റ്. പിള്ളേർക്ക് മിസ് ചെയ്തു. അതന്നെ കാര്യം. നമ്മൾ തന്നെ വന്നിട്ട് ഐസ്ക്രീം ഒക്കെ വാങ്ങി തിന്നിട്ട് പോലെ ശരിക്കും മോശല്ലേ. അവരോട് ചോദിച്ചു, അവർക്ക് വേണ്ടി ടബ് വാങ്ങിച്ചോണ്ടോ? ഞാനും വാങ്ങിയാലോ. അല്ല എനിക്ക് കുറ്റബോധം വരും. നിന്റെ പോലെ അല്ലല്ലോ ഞാൻ വാങ്ങിട്ട് വരും പിള്ളേർക്ക് കേട്ടാ. അപ്പം അടിപൊളി ഐസ്ക്രീം ഒക്കെ നല്ല രസമുണ്ട്. പിള്ളേർക്ക് വാങ്ങിച്ചില്ല, എന്റെ ഇടം കള്ളം പറഞ്ഞതാ. അങ്ങനെ പറയുന്നത് കള്ളി. ഐസ്ക്രീം അതിന്റെ പേര് നമ്മളവിടുത്തെ മെൽറ്റായി പോലെ. അവിടെ ഡബ്ബില്ല, ടപ്പയിലൊന്നും ഇല്ല. ഇങ്ങനത്തെ മാത്രമേ ഉള്ളൂ. ടപ്പില്ല. മറ്റേതുണ്ട് ഒരു സാധനം കടിക്കുന്നത്. സ്ട്രോബെറി ക്രഷ് ചെയ്തിട്ടേ അപ്പൊ സ്ട്രോബെറി പറിക്കാനും സ്ട്രോബെറി തിന്നാനും സ്ട്രോബെറി ഐസ്ക്രീം കഴിക്കാനും ഇഷ്ടമുള്ളവരൊക്കെ എല്ലാവരും റൂവക്രയിലുള്ള ഇവിടെ വരെ കാലത്ത് 9 to 6 വരെ ഉണ്ട്. എല്ലാ ദിവസവും ഉണ്ട്.
അപ്പം ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഞങ്ങൾ പതുക്കെ വീട്ടിലേക്ക് തിരിച്ചു പോവാം. അപ്പൊ പറഞ്ഞ പോലെ പടച്ചാലോ എല്ലാ ദിവസവും കാലത്ത് 9 to 6 വരെ ഉണ്ട്. എല്ലാവരും വരിക, പിള്ളേരെ കൊണ്ടുവരാട്ടോ. ഞങ്ങളുടെ പോലെ കൈ വീശി വരരുത്, എല്ലാവരും ഒന്ന്. പിള്ളേർക്ക് എൻജോയ്മെന്റ്. നമ്മുടെ പിള്ളേർക്ക് അത്ര ഇഷ്ടമില്ല വരാനായിട്ട്, പ്രത്യേകിച്ച് ഞങ്ങളുടെ കൂടെ വരാൻ അല്ലേ. അവർക്ക് ഈ സ്ട്രോബെറി പിക്കിങ്ങും മറ്റേത് അതൊന്നും സ്ട്രോബെറി ഇഷ്ടമില്ല അവർക്കൊന്നും കാര്യം. അതാണ് കാര്യം. നേരെ മറിച്ച് അവർക്ക് ഇൻട്രസ്റ്റിംഗ് ഉള്ള വല്ല ഗെയിം ആണെങ്കിൽ അവർ വന്നേനെ. ഗെയിം മീൻസ് അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള വല്ല കാര്യങ്ങളാണെങ്കിൽ വന്നേനെ. ലിപ്സ്റ്റിക് പോയല്ലേ? സാരില്ല, ലിപ്സ്റ്റിക് പോയാ മൊത്തത്തിൽ ഞാൻ ഒരു പിങ്കി ചെയ്യുന്നു. അപ്പം അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.